Hello everyone, welcome to our Goa vlog. So this video is all about our 2.5 days Goa itinerary, which will include all the places that we covered in Goa, the food that we ate, and all the fun stuff that we had in Goa. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഗോവക്ക് പോകുന്ന ഞങ്ങൾ എന്തിനാ ഈ സ്റ്റേഷനിൽ ഇറങ്ങി. Since it was a last minute plan, no, we couldn't get a train directly to Goa, but thankfully got one to Londa Junction, which is like 2 hours away from Goa. Okay, so we dropped at Londa Junction, and from Londa we took a taxi and reached Panjim, which is the old Panaji, which is the capital of Goa. So Panjimil എത്തിയ പാടന്നെ നമ്മൾ സ്കൂട്ടി റെൻ്റ് എടുക്കാൻ പോയി, and yes, we are ready to explore Goa. സോ ബൈക്ക് കിട്ടിയപാട് നമ്മൾ നേരെ എയർബിഎൻബിയിലേക്ക് പോയി. പിന്നെ അത് അരമ്പോൽ എന്ന് പറഞ്ഞൊരു പ്ലേസിലായിരുന്നു. അവിടെ പോയി കുളിച്ച് ഫ്രഷായി പെട്ടെന്ന് തന്നെ ലഞ്ച് കഴിക്കാൻ പോയി. പിന്നെ കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തു. So after taking the rest and all that, we were like really fresh, and then around 5:30 we left to a neighbor beach which is called the Arambol beach, which was like a really peaceful, and loved the ambience and all of that. From there one chichi asked me like if you want to do braids on your hair. Initially I was a bit confused, but then I got it and I really loved it. Later ആ ബീച്ച് റെസ്റ്റോറൻറ്റിൽ തന്നെ നമ്മൾ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ കഴിച്ചു. പിന്നെ അവിടുന്ന് കുറച്ച് പിക്ചേഴ്സെല്ലാം എടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോയി, ബിക്കോസ് രാവിലെ നമുക്ക് ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു. Yeah, so our day 1 in Goa starts, and we are planning to explore North Goa today, and our first destination is Baga Beach, so we are headed to Baga Beach. The weather was like too good because it rained last night, and like it was so good, and the sky was so pretty. We saw these beautiful houses like painted in like multiple colors, and like a lot of churches on our way to Baga Beach. So yes, we reached Baga Beach. പക്ഷേ നമ്മൾ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ ക്വിക്ക്ലി അടുത്ത് തന്നെ ഉള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് അവിടുന്ന് ഞാൻ പൂരി ബാജി കഴിച്ചു, ആൻഡ് ശരത്തേട്ടൻ മസാല ദോശ കഴിച്ചു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, എന്നിട്ട് നേരെ ബീച്ചിലേക്ക് പോയി. അപ്പോഴത്തേക്ക് വെതറെല്ലാം മാറി, മഴേൻ്റെ ഇതൊക്കെ പോയി, കുറച്ച് വെയിലെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് സമയം വെള്ളത്തിലെല്ലാം കളിച്ച് അവിടുന്ന് കുറച്ച് പിക്ചേഴ്സെല്ലാം എടുത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ആയ അഗോദ ഫോർട്ടിലേക്ക് പോയി. ഫോർട്ടിൻ്റെ മേലെ നിന്നുള്ള സീൻ്റെ വ്യൂ വാസ് ലൈക്ക് ബ്രെത്ത് ടേക്കിംഗ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് റിയലി ബ്യൂട്ടിഫുൾ അവിടെ നിന്ന്. പക്ഷേ ഭയങ്കര വെയിൽ തുടങ്ങി ആ സമയത്തൊക്കെ ആകുമ്പോഴത്തേക്ക്. പിന്നെ നമ്മൾ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് അവിടെ നിയർ ബൈ തന്നെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ടെന്ന് പറഞ്ഞു, നമ്മളത് കാണാൻ. അങ്ങനെ ലൈറ്റ് ഹൗസിൻ്റെ സ്റ്റെപ്പ് കയറി മേലെ എത്തിയപ്പോഴാണ് മനസ്സിലായത് വല്ലാത്തൊരു സ്റ്റെപ്പ് കയറിയാൽ മാത്രമേ എൻ്റെ ഏറ്റവും മേലെ എത്താൻ പറ്റുള്ളൂ. അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ പകുതി ജീവൻ പോയി, ബിക്കോസ് ഞാൻ ഹൈറ്റിന് ഭയങ്കര ഫോബിക്കാണ്. സോ ഐ വാസ് ലൈക്ക് റിയലി സ്കേർഡ്. പിന്നെ എങ്ങനെയല്ലോ എന്നെ ഉന്തിത്തള്ളി മേലെ കയറ്റി. ബട്ട് മേലെ കയറിയിട്ടും അവിടുന്ന് ഇറങ്ങുന്ന വരെ ആക്ച്വലി ഞാനിങ്ങനെ ഒരു തരിച്ചൊരവസ്ഥയായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് ഓൾ ഫ്രീസ്ഡ്, ബിക്കോസ് മേലെ നിന്ന് താഴെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയാവുമായിരുന്നു. ബട്ട് the place was really beautiful. It was just because I'm scared of heights.
ലേറ്റ് ആക്കാണ്ട് തന്നെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ മ്യൂസിയം ഓഫ് ഗോവയിലേക്ക് പോയി. ബട്ട് അവിടെ എത്തിയപ്പോൾ അത് അത്ര വേർത്താണെന്ന് തോന്നിയില്ല. ആൻഡ് ഓൾസോ എൻട്രി ഫീ പെർ ഹെഡ് അവർ 400 ഒക്കെ പറഞ്ഞു. അതുകൊണ്ട് അവിടെ നമ്മൾ പെട്ടെന്ന് തന്നെ ഹൗസ് ഓഫ് ഗോവ മ്യൂസിയംസ് എന്ന് പറഞ്ഞ അടുത്ത സ്ഥലത്തേക്ക് വിട്ടു. ദിസ് പ്ലേസ് വാസ് ലൈക്ക് റിയലി ബ്യൂട്ടിഫുൾ. ആ മെയിൻ ബിൽഡിംഗ് കാണുന്നത് അവിടെയാണ് ശരിക്കും മ്യൂസിയം എന്ന് പറയുന്ന പാർട്ട്, അത് മാത്രമാണ്. ബാക്കി ചുറ്റും കാണുന്ന ബിൽഡിങ്സ് എല്ലാം ശരിക്കും പറഞ്ഞാൽ കിഡ്സിൻ്റെ സ്കൂളായിരുന്നു. ഫസ്റ്റ് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ശരിക്കും നമ്മൾ വിചാരിച്ചത് ഇതൊക്കെ പണ്ടുള്ള ഗോവൻ സ്റ്റൈലിലുള്ള ടൈപ്പ് വീടാണെന്നാണ്. ബട്ട് all those were not houses but kids school, കിഡ്സിൻ്റെ പ്ലേ സ്കൂളും പിന്നെ അല്ലാണ്ടുള്ള കുട്ടികളുടെ സ്കൂളും ആയിരുന്നു. ബട്ട് സാറ്റർഡേ ആയതുകൊണ്ട് നമുക്ക് അകത്തൊന്നും കയറി കാണാൻ പറ്റില്ല ബിക്കോസ് ഇറ്റ് വാസ് ക്ലോസ്ഡ്. പിന്നെ അടുത്ത് തന്നെ അവിടെ തന്നെ മ്യൂസിയം ഉണ്ട്. മ്യൂസിയത്തിൻ്റെ അകത്ത് കയറി അവിടെ പണ്ട് ഉള്ള ഗോവൻ ഹൗസസിൻ്റെ കുറച്ച് ഡിസ്പ്ലേ പിക്ചേഴ്സും പിന്നെ അവിടെ യൂസ് ചെയ്ത ടൈപ്പ് കുറേ എന്തൊക്കെയോ സാധനങ്ങൾ, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു എല്ലാ സാധനങ്ങളും. അപ്പോഴത്തേക്ക് ഏകദേശം നല്ല വിശപ്പ് തുടങ്ങി. പിന്നെ നമ്മൾ അവിടെ തന്നെ അടുത്തുള്ള ഫേമസ് ആയിട്ടുള്ള മോളുണ്ട്, മോൾ ദേ ഗോവ എന്ന് പറഞ്ഞിട്ട്. അടുത്ത റിറ്റ്സ് ക്ലാസിക് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ പോയി. നമ്മൾ ആദ്യം ഒരു പ്രോൺസിൻ്റെ സ്റ്റാർട്ടേഴ്സ് ഓർഡർ ചെയ്തു. ഒരു പ്രോൺസ് മസാല ഫ്രൈ എന്ന് പറഞ്ഞിട്ട്, പിന്നെ അത് കൂടാണ്ട് ഒരു ഫിഷ് കറി മീൽസും പിന്നെ ഒരു ഫിഷ് ബിരിയാണി ഓർഡർ ചെയ്തു. ഫിഷ് കറി മീൽസ് അല്ല, സോറി, ഫിഷ് താലി ആയിരുന്നു. അത് ഫിഷ് താലി എന്ന് തന്നെ പറയാം. അതിലൊക്കെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അവരുടെ റവ ഫിഷ് ഫ്രൈ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൽ കുറേ ഫിഷ് കറി, മൾട്ടിപ്പിൾ ഫിഷ് കറീസ് ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാണ്ട് കക്കേൻ്റെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഉപ്പേരിമായിട്ടൊരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു സാധനം, ഒരു വെള്ളമായിട്ട് സാധനമാണ്. തേങ്ങ വെള്ളത്തിൽ എന്തോ ഉണ്ടാക്കിയ എന്തോ ഒരു സാധനമാണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് എൻ്റെ ടേസ്റ്റ് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഓവറോൾ ഫിഷ് താലി കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്യാവശ്യം. ഫിഷ് ബിരിയാണി അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് 3 സാധനം ഓർഡർ ചെയ്തതിൽ കൂട്ടത്തിലേക്ക് ബെസ്റ്റ് പ്രോൺസ് മസാല ഫ്രൈ ആയിരുന്നു. ദാറ്റ് വാസ് ലൈക്ക് റിയലി ടേസ്റ്റി. അപ്പോൾ ലഞ്ച് പരിപാടിയെല്ലാം കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ അവിടെ നേരെ നമ്മുടെ എയർബിഎൻബിയിലേക്ക് പോയി. അവിടെ കുറച്ച് സമയം റെസ്റ്റിലെടുത്തു. എന്നിട്ട് പിന്നെ വൈകുന്നേരം ഫ്രഷായി ഒരു അറൗണ്ട് 6:30, 7 ഒക്കെ നമ്മൾ നേരെ നമ്മുടെ ഫസ്റ്റ് ഡേൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ആയ അഞ്ജന ബീച്ചിലേക്ക് പോയി. അവിടെ ഇങ്ങനെ കാറ്റെല്ലാം കൊണ്ട് കുറച്ച് ബീച്ചിലെല്ലാം കഴിച്ചു. നമ്മളങ്ങനെ കുറേ സമയം അവിടെ നിന്നു. എന്നിട്ട് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ കളീസ് എന്ന് പറഞ്ഞിട്ടൊരു ബാർ ആൻഡ് റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ ഫുഡ് പരിപാടിയെല്ലാം തുടങ്ങി. അവിടുത്തെ ആംബിയൻസ് എൻജോയ് ചെയ്തുകൊണ്ട് ഫുഡെല്ലാം കഴിച്ച് ഫുഡ് പരിപാടീസൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര മഴ സ്റ്റാർട്ടഡ് ലൈക്ക് റെയിനിങ് റിയലി ഹെവിലി. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നല്ല മഴ, കുറേ സമയം ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ അങ്ങനെ ഫുഡ് നമ്മൾ ഏകദേശം കഴിച്ച് തീരാനായപ്പോൾ റെയിൻ സ്റ്റാർട്ടഡ് ഡിക്രീസിങ് സ്ലോലി എന്നത്. അപ്പോൾ അവിടെ മഴ ചെറുതായിട്ട് കുറഞ്ഞ സമയത്ത് നമ്മൾ നേരെ അഞ്ജന ഫ്ലീ മാർക്കറ്റിൽ പോയി. അവിടെ നിന്ന് ജസ്റ്റ് അവിടുത്തെ ഷോപ്സിലെല്ലാം ഒന്ന് ജസ്റ്റ് കയറി നോക്കി. കുഞ്ഞു കുഞ്ഞു കുട്ടി കുട്ടി പർച്ചേസസ് ഒക്കെ നടത്തി. ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് പോയി. ദാറ്റ്സ് ഫോർ ദ ഡേ. സീ യു ടുമോറോ. Good morning and welcome to our second day at Goa. So today we are heading on to Panjim, and like we thought we'll explore around Panjim, the places around Panjim and all of that. So yeah, let's go. So we reached Panjim and like we quickly had a breakfast and then we head on to Fountain Hands, which is like a place which has the old Goan style buildings and houses and all of that, which is like really beautiful places because the houses were like all very colorful and all of that, and like it was like really really pretty.
So we walked around, like took a look at all the houses around, clicked a few pictures. So when I was walking around here, no, so the thing running through my mind was like how beautiful Goa would have been looking with all these colorful houses all around. Like ഇന്നത്തെ കാലത്തുള്ള പോലെയല്ല പണ്ട് എന്ന് വെച്ചാൽ the whole Goa was like had these kind of houses, but ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ മാറി, ലൈക്ക് കുറേ ബിൽഡിങ്സ് ഒക്കെ മാറ്റി അവർ റീബിൽഡ് ഒക്കെ ചെയ്ത് അപ്പോൾ കുറേ ഒക്കെ മാറി. ബട്ട് ഐ വാസ് തിങ്കിങ് ഓഫ് ദി ഗോവ വിച്ച് ഹാഡ് ജസ്റ്റ് ദീസ് കൈൻഡ് ഓഫ് ഹൗസസ്. ഓ മൈ ഗോഡ്, ഇറ്റ് വുഡ് ഹാവ് ബീൻ ലൈക്ക് റിയലി ഔട്ട് ഓഫ് ദ വേൾഡ്. ദാറ്റ് ഇറ്റ് വുഡ് ഹാവ് ബീൻ. So our next destination is Kalangut Beach. So it was like really sunny, so we couldn't like really manage a lot of time in the beach, but we just clicked a few pictures, enjoyed the place, and like just explored the market around. I mean market as in the stores and the shops nearby. And then I think by that time it started raining again. And then we headed on to Old Goa, which is like our final destination for the second day. Then we reached Old Goa, had lunch from there, and then we started exploring the places in Old Goa. It was like mostly churches which were like built around in the 15th or 16th centuries. Then we went to the Archaeological Museum of Goa, which had all the old archaeological findings, like the old statues of broken statues and stones, and a variety of archaeological items which were like found from the 16th century. Photography and videography were restricted within the museum, so we don't have any kind of pictures or videos of the museum. Yeah, so that was our final destination. So we headed back from Old Goa to Panjim, so from where we had to board our bus back to Bangalore. So we headed back, and on the way we saw this huge casinos that were like floating casinos. It's time to say bye bye to Goa. It was like really wonderful. The monsoon actually made it even more lovely and pretty, going back with a lot of beautiful memories that Goa